നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. വാർത്താ സന്ധ്യയിലേക്ക് വിശദമായി. യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം 16 നടപ്പാക്കും. യമനിലെ ജയിലിലാകും വധശിക്ഷ നടപ്പാക്കുക. ഇത് സംബന്ധിച്ച നോട്ടീസ് പബ്ലിക് പ്രോസിക്യൂട്ടർ ജയിൽ അധികൃതർക്ക് കൈമാറിയെന്ന് യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം 24-നോട് പറഞ്ഞു. It is not verdict. Verdicts are all finished long time ago. This is the letter of execution. The public prosecutor office has issued a letter to the jail authorities to carry out the execution on 16th July. ഉടൻ യമനിലെത്തുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഇപ്പോൾ ചേരുന്നുണ്ട്. ബൽറാം, ഈ മാസം 16 തന്നെ വധശിക്ഷ നടപ്പാക്കാനുള്ള തീരുമാനം വന്നിരിക്കുന്നു. ഈ അവസാനവട്ട ശ്രമം നടത്തുകയാണല്ലോ ഇപ്പോൾ നിയമസഹായ സമിതി ഈ വധശിക്ഷ ഒഴിവാക്കുന്നതിന് വേണ്ടി. എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം? ഉന്മേഷ്, ആശങ്കപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. യമനിൽ തടവിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാനുള്ള നിർദ്ദേശം ജയിലധികൃതർക്ക് നൽകിയിരിക്കുന്നു. പ്രോസിക്യൂട്ടറാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം ജയിലധികൃതർക്ക് കൈമാറിയിരിക്കുന്നത്. ഈ മാസം 16 വധശിക്ഷ നടപ്പാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത് യമനിലെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ മനുഷ്യാവകാശ പ്രവർത്തകനായ സാമുവൽ ജെറോം തന്നെയാണ്. ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ജയിലധികൃതർ സംസാരിച്ച് ഇക്കാര്യം സ്ഥിരീകരിച്ചു എന്നാണ് സാമുവൽ ജെറോം 24-നോട് അല്പസമയം മുമ്പ് പറഞ്ഞത്. എങ്കിൽ പോലും ഇപ്പോഴും നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള സാധ്യതകൾ അവസാനിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. കാരണം ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ബ്ലഡ് മണി നൽകാൻ തയ്യാറാണ് എന്ന് ഈ കൊല്ലപ്പെട്ട യമനി പൗരന്റെ കുടുംബാംഗങ്ങൾ തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബാംഗങ്ങളുമായി സാമുവൽ ജെറോം സംസാരിച്ചിരുന്നു. ബ്ലഡ് മണി പാക്കേജ് ആണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് $1 മില്യൺ അമേരിക്കൻ ഉൾപ്പെടെയുള്ള ഒരു പാക്കേജായാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്നാൽ ഈ യമനി പൗരന്റെ കുടുംബാംഗങ്ങൾ ഇക്കാര്യത്തിൽ മറുപടി നൽകിയിട്ടില്ല. വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഇപ്പോൾ ഈ സാമുവൽ ജെറോം യമനിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. അവിടെ എത്തിയ ശേഷം തുടർ ചർച്ചകൾ ഉണ്ടാകും. ഈ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കും. എല്ലാ സാധ്യതകളും തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും സാധ്യതകൾ അവശേഷിക്കുന്നുണ്ട്. ഈ മുന്നോട്ട് വെച്ച ബ്ലഡ് മണി പാക്കേജ് ഈ യമനി പൗരന്റെ കുടുംബം അംഗീകരിക്കുകയാണെങ്കിൽ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകും. കുടുംബാംഗങ്ങളിൽ ഭൂരിഭാഗം പേരും ഇത് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിന് സമ്മതമാണ് എന്നാണ് സാമുവൽ ജെറോം അറിയിക്കുന്നത്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലും അദ്ദേഹം ഇക്കാര്യം തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഏറ്റവും വലിയ ഒരു തടസ്സമായിരിക്കുന്നത് യമനുമായി ഇന്ത്യക്ക് നേരിട്ട് നയതന്ത്ര ബന്ധമില്ല എന്നുള്ള ഒരു സാഹചര്യം തന്നെയാണ്. സൗദി എംബസിയുമായി ബന്ധപ്പെട്ടാണ് നിമിഷപ്രിയയുടെ മറ്റ് നിയമപരമായ ഇടപെടലുകൾ, സഹായം എത്തിക്കുന്നത് അടക്കമുള്ള നടപടികൾ ഇപ്പോൾ നിർവഹിച്ചു വരുന്നത്. ഈ എംബസിയിൽ നിന്നും വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചതായാണ് അറിയാൻ കഴിയുന്നത് എന്നുമാണ് സാമുവൽ ജെറോം പറഞ്ഞത്. ഇപ്പോഴും മോചനത്തിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഉന്മേഷ്. ശരി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഗവർണർക്കും വിസിക്കുമെതിരെ പ്രതിഷേധവുമായി എത്തിയ SFI പ്രവർത്തകർ കേരള സർവകലാശാല ഓഫീസിലേക്ക് ഇരച്ചുകയറി. പോലീസ് നോക്കുകുത്തികളായപ്പോൾ മണിക്കൂറുകളോളം ജീവനക്കാർ ഉള്ളിൽ കുടുങ്ങി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സർവകലാശാലയിലെത്തി സമരക്കാർക്ക് പിന്തുണ അറിയിച്ചു. അതേസമയം സർവകലാശാല ഭരണം പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. താൽക്കാലിക VC നിയമനത്തിൽ വിധി പറയുന്നത് ഹൈക്കോടതി മാറ്റി. തിരുവനന്തപുരത്തെ കേരള സർവകലാശാല ആസ്ഥാനം സംഘർഷഭരിതമായിരുന്നു. ലാത്തി പിടിച്ചുവാങ്ങി പോലീസിനെ നേരിട്ട SFI പ്രവർത്തകർ VCയുടെ ഓഫീസിന് തൊട്ടരികിലെത്തി. സംഘർഷാവസ്ഥയ്ക്കിടെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെത്തി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഗവർണറുടെ നടപടിയല്ല ഇത് വൈസ് ചാൻസലറുടെ തെറ്റായ നിലപാടാണ്. കോടതി പോലും ചൂണ്ടിക്കാണിച്ച കാര്യമാണ്. അപ്പോൾ എന്തും ചെയ്യാം എന്ന ഒരവസ്ഥ ഒരു തരത്തിലും അനുവദിക്കുന്നതല്ല. VCയും സിൻഡിക്കേറ്റും രണ്ട് തട്ടിൽ നിൽക്കുന്ന കേരള സർവകലാശാല ഭരണ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ നിർദ്ദേശം പാലിക്കേണ്ടെന്ന് താൽക്കാലിക VC സിസ തോമസ് നിർദ്ദേശം നൽകി. അനിൽകുമാറിനെ തിരിച്ചെടുത്ത സിൻഡിക്കേറ്റ് നടപടി റദ്ദാക്കാൻ ഗവർണർ തീരുമാനിച്ചെങ്കിലും ഉത്തരവിറക്കിയിട്ടില്ല. അതിനിടെ കേരള ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ താൽക്കാലിക VCമാരുടെ നിയമന കാര്യത്തിൽ ഹൈക്കോടതി വിധി പറയുന്നത് മാറ്റി. തിങ്കളാഴ്ചയാവും വിധി പറയുക. 24 തിരുവനന്തപുരം.
കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ 25 കോടിയിലധികം പേർ പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് തൊഴിലാളി സംഘടനകൾ അറിയിച്ചു. പണിമുടക്ക് കേരളത്തിൽ ഹർത്താൽ പ്രതീതിയാകും. 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകളും വിവിധ മേഖലാ അസോസിയേഷനുകളും ഫെഡറേഷനുകളും ഉൾപ്പെട്ട സംയുക്ത വേദിയാണ് ദേശീയ പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ തൊഴിൽ ചട്ടങ്ങൾ പിൻവലിക്കുക, തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. പൊതുപണിമുടക്കിനോട് BMS സഹകരിക്കുന്നില്ല. പൊതുപണിമുടക്കിൽ കേരളത്തിൽ പൊതുഗതാഗതം മുടങ്ങും. സർക്കാർ ഓഫീസുകളുടെയും സ്കൂളുകളുടെയും പ്രവർത്തനം തടസ്സപ്പെടും. KSRTC ജീവനക്കാർ പണിമുടക്കിന്റെ ഭാഗമാകില്ലെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. KSRTC തൊഴിലാളികളാരും സമരത്തിന് നോട്ടീസ് തന്നിട്ടില്ല. KSRTC ജീവനക്കാരെ സംബന്ധിച്ച് അവർ സന്തുഷ്ടരാണ്. അവർക്ക് ശമ്പളം കറക്റ്റായിട്ട് കൊടുക്കുന്നു, 1-ാം തീയതിക്ക് മുമ്പേ കൊടുക്കുന്നു. കഠിനമായ ജോലി ചെയ്യാൻ കഴിയാത്തവരെ എല്ലാം ലൈറ്റ് ഡ്യൂട്ടിയിലേക്ക് മാറ്റി കൊടുത്തു. ഇതെല്ലാം നമ്മൾ ചെയ്തില്ലേ? പണിമുടക്കിനെ നേരിടാൻ KSRTC MD ഡയസ് പ്രഖ്യാപിച്ചു. മന്ത്രിയെ CPIM-ഉം KSRTC യൂണിയനുകളും തള്ളി. KSRTC-യിൽ ആരും പണിമുടക്ക് നോട്ടീസ് കൊടുത്തിട്ടില്ല എന്ന ഒരു വാദം ഉയർന്നു വന്നിട്ടുണ്ട്. അത് അടിസ്ഥാനരഹിതമാണ്. കൊച്ചി മെട്രോ സാധാരണ രീതിയിൽ സർവീസ് നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. ആശുപത്രി ഉൾപ്പെടെയുള്ള അവശ്യ സേവനങ്ങളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് സ്വകാര്യ ബസ് സമരം പൂർണ്ണം. സമരമെന്നറിയാതെ എത്തിയവരും ദീർഘദൂര യാത്രക്കാരും വലഞ്ഞു. അതേസമയം സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യങ്ങൾ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ തള്ളി. ഈ മാസം 22 മുതൽ പ്രഖ്യാപിച്ച അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ബസ് ഉടമകൾ അറിയിച്ചു. വടക്കൻ കേരളത്തിലാണ് ബസ് സമരം ഏറെ ബാധിച്ചത്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയവരും ദീർഘദൂര യാത്രക്കാരും വലഞ്ഞു. ഈ ബസ് സമരം നേരത്തെ അറിയില്ലായിരുന്നു. ഇപ്പം ഇവിടെ വന്നേരാന്ന് അറിയുന്നത്. മിന്നൽ പണിമുടക്കിന്റെ കാര്യം ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. KSRTC അധിക സർവീസ് നടത്തുമെന്ന് അറിയിച്ചെങ്കിലും സമയത്തിന് ബസ് കിട്ടാതെ വലഞ്ഞവരുമുണ്ട്. ഗോരി ചെയ്ത മഴയത്ത് ഇങ്ങനെ ഒരു സമരം എന്നാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കുന്നതാണ്. വടകര തൊട്ടിൽപ്പാലം റൂട്ടിൽ PP ഗ്രൂപ്പിന്റെ ബസ്സുകൾ സർവീസ് നടത്തിയത് യാത്രക്കാർക്ക് ആശ്വാസമായി. തൃശൂരിൽ തിരക്കേറിയ റൂട്ടുകളിൽ KSRTC സമാന്തര സർവീസുകൾ നടത്തി. സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യങ്ങൾ അപ്രായോഗികമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. കൊലക്കേസിൽ പ്രതിയാവുകയും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് കടത്തലും ഉപയോഗിക്കലും ഒക്കെയുള്ള കേസുകളിൽപ്പെട്ട ആളുകളെ ഡ്രൈവറും കണ്ടക്ടറുമായിട്ട് ക്ലീനറായിട്ട് വയ്ക്കണം എന്ന് അവരാവശ്യപ്പെടുന്നുണ്ട്. അത് പറ്റില്ല എന്നുള്ള ഗവൺമെൻറ് നിലപാടാണ്. ഞാൻ മേൽ പറഞ്ഞ 3-4 കുറ്റകൃത്യങ്ങൾ അതിൽ പെടാത്തവരാണെന്നൊരു സർട്ടിഫിക്കറ്റ് പോലീസ് സ്റ്റേഷനിൽ വാങ്ങിച്ചു കൊടുത്താൽ മതി. രാവിലെ എണീച്ച് കുട്ടികളുടെ ചാർജ് വർദ്ധിപ്പിക്കാൻ പറ്റത്തില്ല. മന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നാലെ ബസ് ഉടമകൾ നിലപാട് കടുപ്പിച്ചു. 22 മുതൽ സമരവുമായി മുന്നോട്ടു പോകും. ഈ 11 കൊല്ലമായിട്ട് ഈ വിഷയത്തിന്റെ മുമ്പിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്ന മന്ത്രി ഈ വിധത്തിലുള്ള ഒരു ന്യായം പറയുന്നത് ശരിയല്ല. ഈ മേഖലയെ നശിപ്പിക്കാനേ അത് ഉതകുള്ളൂ. ഒരു സംശയമില്ല, സമരമായി ഈ ആവശ്യമായ ജനകീയ സമരം വിജയിക്കണമെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന വിഷയങ്ങൾ പരിഹരിച്ചേ പറ്റൂ. അതല്ലെങ്കിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. 24 കോഴിക്കോട്. പത്തനംതിട്ട കോന്നി പയ്യനാവൺ ക്വാറി അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിനായി ബൂം എക്സ്കവേറ്റർ എത്തിച്ചു. രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി പ്രദേശത്ത് മഴയുണ്ട്. ഇന്ന് തന്നെ രക്ഷാപ്രവർത്തനം സജീവമാക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. അപകട സ്ഥലത്ത് നിന്ന് ഷഫീദ് റൌത്തർ തത്സമയം ചേരുന്നുണ്ട്. ഷഫീദ്, ഇതുവരെ വലിയ തടസ്സങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറിയെന്ന് പറയാമോ? എക്സ്കവേറ്റർ എത്തിക്കുമ്പോൾ എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഫീദ്? ഉന്മേഷ, ഇന്ന് രാവിലെ, അതായത് ഇന്നലെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെ കാര്യമായ ഒരു ശ്രമം അത് NDRFന്റെയും ഫയർഫോഴ്സിന്റെയും ഭാഗത്തു നിന്നുണ്ടായി. എന്നാൽ ആ ശ്രമം ഏതാണ്ട് ആദ്യ മണിക്കൂറിൽ തന്നെ വിഫലമായി എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, നമ്മൾ ഈ കാണുന്ന ഈ പിന്നിൽ കാണുന്ന ഈ സംഭവ സ്ഥലത്താണ് ഈ അപകടം നടന്നത്. അതിന്റെ മുകൾ തട്ടുള്ള ഭാഗത്ത്, അത് കൃത്യമായി തന്നെ അതിനകത്ത് മനസ്സിലാക്കാനും കഴിയും. ഈ മുകൾ തട്ടുള്ള ഭാഗത്ത് അവിടെ നിന്നും താഴേക്ക് 5 NDRF ഫയർഫോഴ്സ് സംഘങ്ങൾ ഇറങ്ങി അവിടെ കല്ല് നീക്കി ഒരു പരിശോധന നടത്തി. എന്നാൽ ആ പരിശോധനയിൽ യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. മാത്രവുമല്ല, അവിടെ നിൽക്കുക അത് സേഫ് ആയിരുന്നില്ല. കൂടുതൽ കല്ലുകൾ മുകളിൽ നിന്നടക്കം വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് എക്സ്കവേറ്റർ, ലോങ് ബൂം എക്സ്കവേറ്റർ കൊണ്ടുവന്ന് അത് പിൻ ചെയ്തുകൊണ്ട് ഇത് ഏതെങ്കിലും തരത്തിൽ സ്ഥലം മാറ്റി നോക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഏതായാലും ആ എക്സ്കവേറ്റർ കൊല്ലത്ത് നിന്ന് ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തേക്ക്, അതായത് ഈ കോറിയുടെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ആ എക്സ്കവേറ്റർ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്തേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷമായിരിക്കും അതിന്റെ പൂർണ്ണ അർത്ഥത്തിലുള്ള ഓപ്പറേഷന്റെ വിധം അതെങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാം നമുക്ക് ഈ NDRF സംഘമുണ്ട്, ഫയർഫോഴ്സിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഉണ്ട്, ജില്ലാ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരുണ്ട്, ജില്ലാ കളക്ടർ ഈ സംഭവ സ്ഥലത്ത് ഈ ഓഫീസ് പരിസരത്തുണ്ട്. അതേപോലെ തന്നെ ഈ ലൈറ്റുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ അവർ ശ്രമിക്കുന്ന കാര്യം. നിലവിൽ ഇപ്പോൾ ഇവിടെ മഴയില്ല, അതുകൊണ്ട് തന്നെ അതൊരു സാധ്യതയാണ്. പക്ഷേ ആ സാധ്യത എത്രത്തോളം നിലനിൽക്കും, കൂടാതെ ഇരുട്ട് വീണ് കഴിയുമ്പോൾ എത്രത്തോളം അത് നമുക്ക് പ്രായോഗികമാക്കി മാറ്റാൻ കഴിയും എന്നുള്ളതും ഏറ്റവും
പ്രധാനപ്പെട്ട കാര്യം. ശിരൂരിലൊക്കെ നമ്മൾ കണ്ടതാണ് ലോങ് ബൂം എക്സ്കവേറ്റർ കൊണ്ടുള്ള ഒരു ശ്രമമൊക്കെ. അതേപോലെ തന്നെ ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയും ഈ രീതിയിലൊരു ശ്രമം നടത്താനാണ് നിലവിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിന്റെ ഈ അപകടമുണ്ടായതിന്റെ വളരെ അടുത്താണ്. അല്പസമയത്തിനുള്ളിൽ ഇതുവഴിയിലൂടെ ലോങ് ബൂം എക്സ്കവേറ്റർ കൊണ്ടുവരാനാണ്. ഇപ്പോൾ നമുക്ക് അവിടെ ഒരു ഹിറ്റാച്ച് കാണാൻ സാധിക്കും, ഈ മറ്റൊരു ചെറിയ എക്സ്കവേറ്റർ ക്രെയിൻ കാണാൻ സാധിക്കും. പക്ഷെ ആ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് താഴെയുള്ള രണ്ടാം തട്ടിലുള്ള ഈ ഹിറ്റാച്ച് നമുക്ക് ഈ കല്ല് വീണ് തകർന്നു പോയ ഈ തൊഴിലാളി ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന ഹിറ്റാച്ച് നമുക്ക് ഉയർത്തിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ലോങ് ബൂം എക്സ്കവേറ്ററിന്റെ സഹായം തേടിയത്. കൊല്ലത്ത് നിന്ന് ഇവിടേക്ക് എത്തിക്കാനുള്ള ഒരു കാലതാമസം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതാണ്ട് 4-5 മണിക്കൂറോളം സമയമെടുത്ത് ഇവിടേക്ക് ഇത് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പരിസരത്തേക്ക്, ക്വാറിയുടെ പരിസരത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ കാണുന്ന ഭാഗത്തേക്ക് ഇത് എത്തിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഉന്മേഷ്. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. വി.എസിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്താൻ കുടുംബാംഗങ്ങളെ കൂടി പങ്കെടുപ്പിച്ച് ഇന്ന് വിശാല മെഡിക്കൽ ബോർഡ് ചേർന്നു. പ്രമുഖ വ്യവസായിയും ഫ്ലവേഴ്സ് ടി.വി ചെയർമാനുമായ ഗോകുലം ഗോപാലൻ വി.എസിനെ സന്ദർശിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നുവെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിന്റെ അറിയിപ്പ്. ഇതുവരെയുള്ള ചികിത്സയും നിലവിലെ ആരോഗ്യസ്ഥിതിയും വിലയിരുത്താൻ രാവിലെ 10-ന് വിപുലമായ മെഡിക്കൽ ബോർഡ് ചേർന്നിരുന്നു. വി.എസിന്റെ മക്കളെ കൂടി പങ്കെടുപ്പിച്ചാണ് ആരോഗ്യനില അവലോകനം ചെയ്തത്. ചികിത്സ തുടരാനാണ് കുടുംബത്തിന്റെ തീരുമാനം. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലായിട്ടില്ല. ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് ഇടപെട്ട ദിവസങ്ങളാണ് ഇപ്പോൾ ഡയാലിസിസ് നടത്തുന്നത്. കടുത്ത ഹൃദയാഘാതത്തെ തുടർന്ന് ജൂൺ 23-നാണ് വി.എസിനെ SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വി.എസിനെ കാണാൻ പ്രമുഖ വ്യവസായിയും ഫ്ലവേഴ്സ് TV ചെയർമാനുമായ ഗോകുലം ഗോപാലൻ ആശുപത്രിയിലെത്തി. ഉച്ചയ്ക്ക് ശേഷം 2:40 ആശുപത്രിയിലെത്തിയ അദ്ദേഹം വി.എസിന്റെ മകൻ വി. അരുൺകുമാറിനോട് ചികിത്സാ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. 20 മിനിറ്റോളം ആശുപത്രിയിൽ ചെലവഴിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. 24 തിരുവനന്തപുരം. ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതിപക്ഷ നേതാവുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് മന്ത്രി വീണ ജോർജ്. എന്നാൽ മുഖ്യമന്ത്രിയുമായി ചർച്ചയാകാം എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രതികരണം. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ഇന്നും പ്രതിഷേധിച്ചു. ആരോഗ്യമേഖല പ്രതിസന്ധിയിലാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം മന്ത്രിയുടെ രാജി ആവശ്യം ശക്തമാക്കുകയാണ്. ഇതിനിടെയാണ് പ്രതിപക്ഷ നേതാവുമായി ഇക്കാര്യത്തിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമേ ഉള്ളൂ. നമ്മുടെ മുന്നിൽ വസ്തുതകളുണ്ട്. ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇതിലൊരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. ബഹുമാന്യനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് അദ്ദേഹം അതിന് തയ്യാറാകണം. കേരളം കാണട്ടെ, കേരളം കേൾക്കട്ടെ. എന്നാൽ മുഖ്യമന്ത്രിയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ മറുപടി. മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വരട്ടെ. മുഖ്യമന്ത്രി സ്ഥലവും സമയവും തന്ന ഞാൻ അവിടെ പോയി അദ്ദേഹമായിട്ട് സംവാദം ഏർപ്പെടും. ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം പ്രതിപക്ഷം ശക്തമാക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിൽ LDF ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. ഇതിനിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട് സന്ദർശിച്ചു. കോട്ടയം. ആശുപത്രികളെക്കുറിച്ചുള്ള മന്ത്രി സജി ചെറിയാന്റെ പരാമർശത്തിൽ CPIM നേതൃത്വത്തിന് അതൃപ്തി. പ്രസ്താവന അനാവശ്യമാണെന്നും പ്രതിപക്ഷത്തിന് ആയുധം നൽകി എന്നുമാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. വീണ ജോർജ് മാത്രമല്ല KK ശൈലജയും മോശക്കാരി എന്നതാണ് CPIMലെ തർക്കമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വിമർശിച്ചു. പൊതുജനാരോഗ്യ മേഖലയ്ക്കെതിരായ UDF പ്രചരണത്തെ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണെന്ന് ആരോപിച്ച് CPIM പ്രതിരോധിക്കുമ്പോഴാണ് മന്ത്രി സജി ചെറിയാനിൽ നിന്ന് പ്രതികൂല പരാമർശമുണ്ടായത്. ഇതാണ് പാർട്ടി നേതൃത്വത്തിന്റെ അതൃപ്തിക്ക് കാരണം. പൊതുജനാരോഗ്യ മികവിനെ മന്ത്രിയുടെ പ്രസ്താവന സംശയനിഴലിലാക്കി. പാർട്ടിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് മന്ത്രി വിശദീകരണം നടത്തിയത്. എന്നാൽ മന്ത്രിയുടെ പരാമർശം ചർച്ചയാക്കി നിലനിർത്താനാണ് പ്രതിപക്ഷ ശ്രമം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും ഇത് തന്നെയായിരുന്നു സ്ഥിതി. അപ്പോൾ ഈ മന്ത്രിയുടെ കാലത്തല്ല ഈ കുഴപ്പമുണ്ടായത് എന്ന് പറഞ്ഞ് മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. സജി ചെറിയാനായതുകൊണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെ ആയിപ്പോയത്. വിവാദത്തിൽ മന്ത്രിസഭയിൽ നിന്ന് സജി ചെറിയാന് നല്ല പിന്തുണ കിട്ടുന്നുണ്ട്. അതിപ്പം സജി ചെറിയാൻ മാത്രമാണ്. നിങ്ങളെ കൊണ്ടുവന്ന ആശുപത്രിയുടെയാണ്. നിങ്ങളുടെ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും തോന്നുകയാണ് ഇവിടുത്തെ ചികിത്സ പോലെ കുറച്ചുകൂടെ കൂടി കിട്ടണമെന്ന് പറഞ്ഞാൽ നിങ്ങളെ ചിലപ്പോൾ ആശുപത്രിയിലേക്ക് മറ്റു സ്ഥലത്തേക്ക് കൊണ്ട് അതൊരു കുറ്റമാണ്. എന്താ സജി ചെറിയാൻ എന്ത് പറഞ്ഞ് വിവാദമാണെന്ന് നിങ്ങൾ പറയുന്നു. അതിൽ ഞാൻ നോക്കിയിട്ടൊരു വിവാദം കാണുന്നില്ല. സജി ചെറിയാൻ തന്റെ കാര്യങ്ങൾ വിശദീകരിച്ചല്ലോ എന്ന് മന്ത്രിമാരായ വീണ ജോർജും PM മുഹമ്മദ് റിയാസും പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. ഡാർക്ക് നെറ്റ് വഴിയുള്ള ലഹരിക്കടത്ത് കേസിലെ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളായ എഡിസൺ, അരുൺ തോമസ്, ഡിയോൾ എന്നിവരെയാണ് 4 ദിവസത്തേക്ക് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ കസ്റ്റഡിയിൽ വിട്ടത്. 2023 ഓസ്ട്രേലിയയിലേക്ക് ലഹരി കടത്തിയ കേസിലാണ്
ഡിയോളിനെ NCB കസ്റ്റഡിയിൽ വിട്ടത്. ഈ കേസിൽ ഡിയോളിന്റെ ഭാര്യ അഞ്ജുവിന്റെ പങ്കും അന്വേഷണത്തിലാണ്. കാക്കനാട് ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞ ഡിയോളിനെ അറസ്റ്റിന് ശേഷം ആദ്യമായാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. ഡാർക്ക് നെറ്റ് ഉപയോഗിച്ച് കോടികളുടെ ലഹരി കച്ചവടം നടത്തിയ കേസിലാണ് മൂവാറ്റുപുഴ സ്വദേശികളായ എഡിസൺ, അരുൺ തോമസ് എന്നിവരെ കസ്റ്റഡിയിൽ വിട്ടത്. 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് NCB സമർപ്പിച്ചിരുന്നതെങ്കിലും 4 ദിവസമാണ് കോടതി അനുവദിച്ചത്. നിലവിൽ പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകളോടൊപ്പം പ്രതികളെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതിലൂടെ 2 കേസിലും നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നും അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നു. S. ശ്യാംകുമാർ, 24, കൊച്ചി. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ കൊലപാതകത്തിൽ മുഖ്യപ്രതി നൌഷാദ് ബംഗളൂരുവിൽ പിടിയിലായി. ഇമിഗ്രേഷൻ വിഭാഗമാണ് നൌഷാദിനെ പിടികൂടിയത്. നൌഷാദിനെ കസ്റ്റഡിയിൽ എടുക്കാനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ബംഗളൂരുവിലേക്ക് തിരിച്ചു. വയനാട് ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ കൊലപാതകത്തിലെ മുഖ്യ സൂത്രധാരൻ നൌഷാദിനെ നാളെ പുലർച്ചെയോടെ കോഴിക്കോടെത്തിക്കും. ബംഗളൂരു വിമാനത്താവളത്തിലെത്തിയ നൌഷാദിനെ എമിഗ്രേഷൻ വിഭാഗമാണ് പിടികൂടിയത്. ബംഗളൂരുവിലെത്തുന്ന മെഡിക്കൽ കോളേജ് പോലീസ് നൌഷാദിനെ കസ്റ്റഡിയിലെടുക്കും. നൌഷാദിന്റെ നിർദ്ദേശപ്രകാരമാണ് മൃതദേഹം കുഴിച്ചിട്ടതെന്നാണ് കേസിൽ നേരത്തെ അറസ്റ്റിലായവരുടെ മൊഴി. എന്നാൽ ഹേമചന്ദ്രൻ എങ്ങനെ കൊല്ലപ്പെട്ടു എന്ന കാര്യം ഇവർക്കറിയില്ല. നൌഷാദിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇക്കാര്യം വ്യക്തമാകുമെന്ന് പോലീസ് കരുതുന്നു. ഹേമചന്ദ്രൻ തൂങ്ങി മരിച്ചെന്നായിരുന്നു കഴിഞ്ഞ ദിവസം നൌഷാദ് വെളിപ്പെടുത്തിയത്. നൌഷാദിനെ ചോദ്യം ചെയ്ത ശേഷമാകും നിലവിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക. കേസിൽ 2 സ്ത്രീകൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഹേമചന്ദ്രന്റെ DNA പരിശോധനാ ഫലം ഉടൻ ലഭ്യമാകുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. പരിശോധനാ ഫലം ലഭിച്ച ശേഷം മാത്രമേ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകൂ. 24 കോഴിക്കോട്. വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനത്തിന് 2025 സെപ്റ്റംബർ ഇൻടേക്കിനായി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്ത. 24 സ്റ്റഡി അബ്രോഡ് ലോകത്തെ മികച്ച സർവകലാശാലകളിൽ UG, PG, ഡിപ്ലോമ, മാസ്റ്റർ ഓഫ് റിസർച്ച് പഠനത്തിനായി സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് തന്നെ പ്രത്യേകം അവസരമൊരുക്കുന്നു. ഇനിയും അഡ്മിഷൻ നേടാനാകാത്തവർ 9001 900156 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. www.24studyabroad.com എന്ന വെബ്സൈറ്റിലും വിവരങ്ങൾ ലഭ്യമാണ്. ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനം സർക്കാരിനെതിരെ ആയുധമാക്കിയ BJP വീട്ടിൽ കേരളത്തിന് ലഭിച്ച വന്ദേ ഭാരത് ട്രെയിനിന്റെ ആദ്യ യാത്രയിൽ BJP നേതാക്കൾക്കൊപ്പമുള്ള ജ്യോതി മൽഹോത്രയുടെ വീഡിയോ പുറത്തുവന്നു. നേതാക്കളായ V. മുരളീധരനും K. സുരേന്ദ്രനും ഉൾപ്പെടെയുള്ളവരെ വീഡിയോയിൽ കാണാം. അതേസമയം വിവാദത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിനെ പ്രതിപക്ഷ നേതാവ് പിന്തുണച്ചു. സംസ്ഥാന ടൂറിസം വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കിയായിരുന്നു ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ ജ്യോതി മൽഹോത്രയുടെ കേരള യാത്രയെ BJP വിമർശിച്ചിരുന്നത്. ഇതിനിടെയാണ് BJPയെ വെട്ടിലാക്കി ജ്യോതി മൽഹോത്രയുടെ പുതിയ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. വന്ദേ ഭാരതിന്റെ ആദ്യ യാത്രയിൽ V. മുരളീധരനും K. സുരേന്ദ്രനും ഒപ്പമുള്ളതാണ് പുതിയ ദൃശ്യങ്ങൾ. V. മുരളീധരൻ വന്ദേ ഭാരതിനെ കുറിച്ച് ജ്യോതി മൽഹോത്രയോട് സംസാരിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദകരമായിട്ടൊരു നിമിഷമാണ്. വികസിത ഭാരതമായിട്ട് മാറുന്നത്. പാകിസ്ഥാനിലേക്കുള്ള യാത്രയ്ക്കിടെ വാഗ അതിർത്തി കടക്കുമ്പോൾ ഹരിയാന BJPയുടെ ആളാണ് താനെന്ന് ജ്യോതി പറയുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശന വിവാദം ടൂറിസം മേഖലയെ ബാധിക്കരുതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. സന്ദർശനത്തെ ദേശീയ മാധ്യമങ്ങൾ വലിയ വാർത്തയായി നൽകുന്നുവെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയമായി ഇപ്പോൾ മന്ത്രിയെയോ ഗവൺമെന്റിനെയോ ഒക്കെ ആക്രമിക്കുന്ന രീതി അത് സ്വാഭാവികമാണ്. എന്നാൽ ഇത് ടൂറിസം ഇൻഡസ്ട്രിയെയും ടൂറിസം മേഖലയെയും ബാധിക്കുമെന്ന് തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഇതിനിടെ സംസ്ഥാന ടൂറിസം വകുപ്പിന് പൂർണ്ണ പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. ബ്ലോഗർ എന്ന നിലയിലാണ് ജ്യോതി എത്തിയത്. അതിൽ ടൂറിസം വകുപ്പിനെയും ടൂറിസം മന്ത്രിയെയും കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്നും VD സതീശൻ പറഞ്ഞു. 24 കൊച്ചി. തമിഴ്നാട്ടിലെ കടലൂർ സെമ്മൻകുപ്പത്ത് സ്കൂൾ ബസ് ട്രെയിനിൽ ഇടിച്ച് 3 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ റെയിൽവേ വിശദീകരണം തള്ളി ബസ് ഡ്രൈവർ. താൻ പറഞ്ഞിട്ടല്ല റെയിൽവേ ഗേറ്റ് തുറന്നത് എന്നും ഇന്ന് ഗേറ്റ് കീപ്പറെ കണ്ടിട്ടില്ല എന്നും ഡ്രൈവർ മൊഴി നൽകി. അണ്ടർ പാസേജിന് അനുമതി വൈകിപ്പിച്ച കളക്ടറെ പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ് റെയിൽവേ. രാവിലെ 7:45 കടലൂരിനും അളപ്പാക്കത്തിനുമിടയിലുള്ള സെമ്മൻകുപ്പത്തെ 170 നമ്പർ റെയിൽവേ ഗേറ്റിൽ അപകടമുണ്ടായത്. കൃഷ്ണസ്വാമി വിദ്യാനികേതൻ CBSE സ്കൂളിന്റെ ബസ്സാണ് വിഴുപ്പുറം മയിലാടുതുറൈ പാസഞ്ചറിൽ ഇടിച്ചത്. 6ാം ക്ലാസ്സുകാരനായ നിമിലേഷ്, +2 വിദ്യാർത്ഥി ചാരുമതി, സഹോദരനായ +1 പഠിക്കുന്ന ചെഴിയാൻ എന്നിവരാണ് മരിച്ചത്.
2 കുട്ടികൾക്കും വാൻ ഡ്രൈവർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഗേറ്റ് കീപ്പർ നൽകുന്ന നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന സിഗ്നലിംഗ് സംവിധാനമാണ് ഇവിടെയുള്ളത്. ഗേറ്റ് ലോക്ക് ചെയ്ത് ട്രെയിൻ കടന്നുപോകാൻ ഇയാൾ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ബസ് ഡ്രൈവറുടെ ആവശ്യപ്രകാരം ട്രെയിൻ പോകും മുൻപ് ഗേറ്റ് കീപ്പർ ഗേറ്റ് തുറന്നു നൽകിയെന്നാണ് റെയിൽവേയുടെ വിശദീകരണം. ഗേറ്റ് കീപ്പറെ സസ്പെൻഡ് ചെയ്തു. അപകടത്തിൽ റെയിൽവേ അന്വേഷണം ആരംഭിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് റെയിൽവേയും സംസ്ഥാന സർക്കാരും 5 ലക്ഷം രൂപ വീതം നൽകും. 24 ചെന്നൈ. നോക്കാൻ ചില വാർത്തകൾ ചുരുക്കത്തിൽ. സംസ്ഥാനത്ത് ഇടത്തരം മഴ തുടരും. വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്തെ സ്കൂൾ സമയമാറ്റത്തിൽ പ്രത്യക്ഷ സമരവുമായി സമസ്ത. സർക്കാർ നൽകിയ പരാതി പരിഗണിക്കാത്തതിനെ തുടർന്നാണ് സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ സമരത്തിന് ഒരുങ്ങുന്നത്. ബി.ജെ.പി നേതാവ് പി.സി. ജോർജിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ 2022 പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ ജാമ്യം റദ്ദാക്കണമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. മുന്നണി മാറ്റ വാർത്തകൾ തള്ളി വീണ്ടും ജോസ് കെ മാണി എം പി. ഇടതുപക്ഷത്തിന്റെ അവിഭാജ്യ ഘടകമാണ് കേരള കോൺഗ്രസ്. ഇടതുമുന്നണിയുടെ അടിത്തറ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും ജോസ് കെ മാണിയുടെ FB പോസ്റ്റ്. കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ ആക്രമണം. നിരവധി പേർക്ക് കടിയേറ്റു. മടത്തറ വളവുപച്ചയിൽ വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന 3 വയസ്സുകാരിക്ക് ഗുരുതര പരിക്ക്. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലും നിരവധി പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്തതായി നടൻ ഉണ്ണി മുകുന്ദൻ. പ്രചരിക്കുന്ന ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ തന്റേതല്ല. അക്കൗണ്ടുകളിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ തന്റേതല്ലെന്നും ഉണ്ണി മുകുന്ദൻ. കാലിക്കറ്റ് സർവകലാശാലയിൽ പരസ്പരം മത്സരിക്കാൻ KSUവും MSFും അവകാശവാദം ഉന്നയിച്ച് ഇരുഭാഗവും യൂണിയൻ ചെയർമാൻ സ്ഥാനത്തേക്ക് നോമിനേഷൻ നൽകി. കൊടകര കുഴൽപ്പണക്കേസിൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി BJP തൃശൂർ മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ്. പുലിപ്പല്ല് കെട്ടിയ ലോക്കറ്റ് ധരിച്ചിട്ടുണ്ട് എന്ന പരാതിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മൊഴി വനംവകുപ്പ് രേഖപ്പെടുത്തും. തൃശൂർ DFO ആകും മൊഴിയെടുക്കുക. പകരച്ചുങ്കം ഒഴിവാക്കാൻ അടുത്ത മാസം 1 വരെ സമയം നീട്ടി നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ ധാരണയായില്ലെങ്കിൽ 25 മുതൽ 40 വരെ % താരിഫ് ചുമത്തുമെന്ന് 14 രാജ്യങ്ങൾക്ക് നൽകിയ കത്തിൽ ട്രംപ്.